ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള ഫസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി അവസാനിപ്പിച്ച് ദിവസങ്ങൾക്ക് ശേഷം കാനഡയിൽ അഭയം തേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ. ചില വിദ്യാർത്ഥികൾ കാനഡയിൽ എത്തിയ ഉടനെ അഭയാർത്ഥികളാകാൻ വേണ്ടി അപേക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. സംരക്ഷണം ആവശ്യമുള്ള അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ കാനഡ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ അനധികൃത കുടിയേറ്റത്തെ വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥികൾ കാനഡയിൽ നിയമവിരുദ്ധമായി അഭയം തേടുന്നത് ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മാർക്ക് മില്ലർ പറയുന്നു. അനധികൃതമായി കാനഡയിൽ അഭയം തേടുന്നതിനെ സംബന്ധിച്ച് കോളേജ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് കൺസൾട്ടന്റ് പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ജോണിന് കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ കത്തയച്ചിരുന്നു. ഇതിന്റെ കോപ്പി ജോൺ എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട്. 2024 ആദ്യ 9 മാസങ്ങളിൽ കാനഡയിൽ ഏകദേശം 14,000 അന്തർദേശീയ വിദ്യാർത്ഥികൾ അഭയം തേടിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ കാനഡ നൽകിയ സ്റ്റുഡന്റ് പെർമിറ്റ് വിസ കുറവായിരുന്നു. ഇമിഗ്രേഷൻ, റിഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ് കാനഡ നൽകുന്ന ഡാറ്റ അനുസരിച്ച് കാനഡയിൽ ഇത്തരത്തിൽ അഭയം തേടിയിരിക്കുന്നത് ഇന്ത്യ, നൈജീരിയ, ഗാന, ഗിനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. കാനഡയിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ ഉറവിടം ഇന്ത്യയാണ്. 2023 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇത്തരത്തിൽ അഭയം തേടുന്ന കാര്യത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. ഓഗസ്റ്റ് അവസാനത്തിൽ കാനഡയിൽ അഭയം തേടുന്നവരുടെ എണ്ണം 13,000 ആയിരുന്നു. എന്നാൽ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും അത് 14,000 ഉയർന്നു. ഇമിഗ്രേഷൻ കൺസൾട്ടന്റുകളിൽ നിന്നുള്ള മോശം ഉപദേശമാണ് ഇത്തരത്തിലുള്ള അഭയാർത്ഥി അപേക്ഷയ്ക്ക് കാരണമെന്നാണ് മാർക്ക് മില്ലർ പറയുന്നത്. ആളുകളെത്തുന്ന രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ആ രാജ്യത്തെ സാഹചര്യങ്ങളല്ല കാനഡയിൽ അഭയാർത്ഥി അപേക്ഷകൾ ഉയരാൻ കാരണം. ചില വിദ്യാർത്ഥികളോട് കാനഡയിൽ എത്തിയ ഉടൻ തന്നെ കൺസൾട്ടന്റുകൾ അഭയത്തിനായി അപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതായാണ് വിശ്വസിക്കുന്നതെന്നും മാർക്ക് മില്ലർ പറയുന്നു. വിദ്യാർത്ഥികളെത്തി ആദ്യ വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള അപേക്ഷകൾ നൽകുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തദ്ദേശീയ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ട്യൂഷൻ ഫീസ് നൽകുന്നത് പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ അഭയാർത്ഥി അപേക്ഷ നൽകാൻ ഉപദേശിക്കുന്ന ലൈസൻസ് ഉള്ള കൺസൾട്ടന്റുകളെ കുറിച്ച് അന്വേഷിക്കാൻ മില്ലർ CACCയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2024 ജനുവരി 1 മുതൽ സെപ്റ്റംബർ 30 വരെ 13,660 അഭയാർത്ഥി ക്ലെയിമുകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് IRCC ഡാറ്റയിൽ നിന്നും വ്യക്തമാകുന്നത്. 2023 വരെ ഏകദേശം 12,000 ക്ലെയിമുകളായിരുന്നു ലഭിച്ചിരുന്നത്. 2018 3 മാസത്തെ ഡാറ്റയിൽ 1,810 ക്ലെയിമുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. 2024 13,660 എന്ന കണക്ക് ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. കാനഡയിൽ പഠിക്കാനെത്തിയ 10,000-ഓളം വിദേശ വിദ്യാർത്ഥികൾ വ്യാജരേഖ ചമച്ചാണ് അഡ്മിഷൻ എടുത്തത് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. കോളേജുകളുടെ അഡ്മിഷൻ ലെറ്ററിലാണ് തിരിമറി നടത്തിയത്. കോളേജിൽ നിന്നും ലഭിച്ചതെന്ന് കാണിച്ച് സ്റ്റുഡന്റ് വിസ നേടിയെടുക്കുകയും കാനഡയിലേക്ക് കടക്കുകയും ചെയ്തെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാനഡയുടെ ഇമിഗ്രേഷൻ ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള 10,000 വ്യാജരേഖകൾ കണ്ടെത്തിയത്. കുടിയേറ്റം വെട്ടിക്കുറയ്ക്കുന്നതിനായി കാനഡ വൻ പദ്ധതികളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് ഇത്തരം വാർത്തകൾ പുറത്തുവരുന്നതിലൂടെ അർത്ഥമാക്കുന്നത്.